ഹലോ ഗായ്സ്, ഐവി ആണ്. പക്ഷെ എല്ലാ ഇയറും ഉണ്ട്. സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട്. രണ്ട് വണ്ടി ഉണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. ഇത് വേറെ ഏതാ ഡിപ്പാർട്ട്മെന്റ്. അവരെവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാവോ എന്താവോ എന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇന്ന് പോവുകയാണ്. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി? ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. ബാക്കിയുള്ളൊരു ഹോട്ടലിൽ കയറി അവർ തുടർന്ന് വിടുകയാണ്. നമ്മൾ മാത്രം വന്നു. ഈ ഹോട്ടലിലെ വലിപ്പം കയറി കാണല്ലേ, ഫുഡിന്റെ ക്വാളിറ്റിയാണ് മെയിൻ. ഇവിടെ 208 രൂപ, ഇപ്പൊ അവിടെ ഒരു പൊറോട്ടയ്ക്ക് 20 രൂപ. അപ്പൊ എങ്ങനെ നോക്കിയത് ഡബിൾ ആവും. ഒരു 450 രൂപ കൂട്ട്, ഇവിടെ 208 രൂപ. നമ്മൾ ഹാപ്പിയാണ് അല്ലേടാ? അല്ല, അത്ര എന്തൊക്കെ വാങ്ങിച്ചു? എല്ലാവർക്കും ചായ. എനിക്കില്ല മിസ്, എനിക്ക് വാങ്ങിച്ചിട്ടില്ല. കുറെ നേരം കൊണ്ട് കാൽപ്പറ്റിയാണ് മിസ്സിന്റെ 500 രൂപ പോയെന്ന്. അണിയിപ്പം 2 മണിയാവാറായി. ഇടയ്ക്കിടയ്ക്ക് ഓരോ കടയിൽ നിർത്തും ഡ്രൈവറിന് ഉറക്കം വേണ്ടി ഒരു ചായ കുടിക്കാനായിട്ട്. ഓരോരോ കഴപ്പുകളെ. 3:30 അറിഞ്ഞൂടാ, ഏതോ സ്ഥലത്ത് റൂം എടുത്ത് അവിടെ നിൽപ്പുണ്ട്. ഓരോരുത്തന്മാർക്ക് രാവിലെ ബോധമില്ല. ഇവിടെ മൂന്നാറില്ലേ ഇത്? മൂന്നാറ് വന്നിട്ടുണ്ട്. നല്ല തണുപ്പ. എത്ര ഡിഗ്രിയാണ് ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. അത് നോക്കിയാലേ അറിയാവൂ. ഇപ്പൊ 7 മണി ആയതേ ഉള്ളൂ. ഇവിടെ തണുപ്പുണ്ട്. സൂര്യനൊക്കെ ഇവിടെ ഉദിക്കണേ ഉള്ളൂ. ചെറുതായിട്ട് ചെയ്യണതേ ഉള്ളൂ. ഇനി ഇവിടെ സ്ഥലമല്ല, ഇഷ്ടംപോലെ സ്റ്റേ ആണ് ഇവിടെ. ഇനി കറക്റ്റ് മൂന്നാർ അങ്ങോട്ട് പ്ലേസ് കാണുമ്പോൾ ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. അവർ കൊണ്ടുപോയിരിക്കും. അല്ല ഗൈസ്, അപ്പം നാളെ ഡേ 1 മൂന്നാറാണ്. ഇവിടെ 20 ഡിഗ്രി ഉണ്ട്. അവിടെ 13 നാളെ പറയണം. അപ്പോൾ പോയിട്ട് നോക്കി വരാം. വെളുപ്പാങ്കാലത്തെ ബസ്സിൻ്റെ അകത്തൊരു സ്ഥലവും പിടിച്ച് വേഴത്താണ്. ഓരോരുത്തർക്ക് കുറേ കളിപ്പിടം കിട്ടി. ഒന്ന് വല്ല എടുക്കണം. രാവിലത്തെ ഫുഡ് ചപ്പാത്തിയും അപ്പവും മുട്ടക്കറിയും ഒപ്പയാണ്. ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഇവരാണ് ഗൈസ്. എല്ലാ സാധനം എല്ലാം കാണാൻ കൊള്ളാം. എത്ര രൂപയെന്ന് ചോദിച്ചാൽ MRP 100 രൂപ. 100 രൂപ. നല്ല ഡിസൈൻ കാണാൻ കൊള്ളാം. പക്ഷേ ഡൈറ്റാ വേണ്ട. വെള്ള മനസ്സാ. ഏതാ വെക്കട വെടി? 3 എല്ലാ തേയില നാളെ ഉള്ളല്ലോ. ആഹാ, കലാകാരൻ. എല്ലാ തീറ്റയും കൊണ്ട് ഇറങ്ങി. സൂപ്പർ സാധനം. എന്താ അല്ലേ? അയ്യോ പൈസ കൊടുത്തില്ല കൈസ്. മാമി പറഞ്ഞ് വേണോടി തിരിച്ച് നമ്മൾ കൊടുത്താൽ ഇന്ന് ഗൗരി അല്ല ഗൗരി കുണ്ടള ഡാം. കുണ്ടളയോ ബട്ട് ഏതോ ഡാമാണ്. അല്ല, ഡാമിന്റെ പേര് അറിയാമോ? കുണ്ടള ഡാം. ഓക്കെ. ഏതോ പറഞ്ഞു കണ്ടല്ലേ കുണ്ടള വാട്ടർ. ഷട്ടർ ചെറുതായിട്ട് തുറന്നിട്ടുണ്ട്. വെള്ളം വേണം നോക്കട്ടെ. ഒരു ഷട്ടറുണ്ട് ചെറുതായിട്ട് വന്നുള്ള. ഫോട്ടോ എടുക്കുന്നു, പോസ്റ്റ് നിൽക്കുന്നു. എന്താ ചിരി. അവിടെ എല്ലാം ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ 40 രൂപ, 2 ഫോട്ടോ എടുത്ത് 80 രൂപ ഇവിടെ കയറണം എന്നാണ് അഭിപ്രായം പറയാനുള്ളത്. ഇൻട്രോട്ടാണ് ക്യാമറയിൽ അറിയാതിരിക്കാൻ വേണ്ടി കണി കൂടുതൽ ശ്രദ്ധിക്കുകയാണ്. ഇവിടെ ബോട്ടിംഗ് ആണ് ഗൈസ്. ഇവിടെ ബോട്ടിംഗ് പൈസ വേണം.
ചേച്ചിമാർ തേയിലെന്ന് ടോപ്പ് വ്യൂവിൽ അവിടെ നിന്ന് താവട്ടും ഈ ഫ്രണ്ട് ടിക്കറ്റ് എടുക്കണം. തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, പക്ഷെ വെയിലുണ്ട്. അതാണ് അവസ്ഥ. കോടയുണ്ട് ഗൈസ്, നല്ല രീതിയുണ്ട് ഗൈസ് കോട. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അവിടെ, പക്ഷെ വിടൂല, വഴിയില്ല, എല്ലാം വച്ചടച്ചിട്ടുണ്ട്, ഒരു വഴിയില്ല. കുറെ നോക്കി, എൻ്റെ കാറിങ് വാങ്ങിച്ചു, ഇതും വാങ്ങിച്ച്, ഇതും വാങ്ങിച്ചിരണം. ഇതാ സാധനം, എന്തുവാടെ ഇതൊക്കെ കിണ്ണ സാധനം. 2000 ചോളം, നല്ല ചൂടാ. കണ്ണനും ദേവനും രണ്ട് തോട്ടം തൊഴിലാളികളാണ്. അതാണ് കണ്ണൻ ദേവൻ. അവരാണ് വന്ന് ആദ്യമായിട്ട് ഇവിടെ തേയില നടന്നത്. ഓറഞ്ച് ഫ്രഷ് ഫ്രൂട്ടാണ് ഇവിടുത്തെ. അടിപൊളി സ്ഥലം. താഴെ കുറേ ഹിഡനുണ്ട്, ഇഷ്ടം പോലെ ഹിഡൻ സ്പോട്ടുണ്ട്. നമ്മൾ ഓരോന്ന് തപ്പി പോയാലേ കിട്ടുള്ളൂ. ഫുഡ് കഴിക്കാൻ നിർത്തി ഗൈസ്. ഇവിടെ നിന്നാണ് ഫുഡ് ആണ് എക്കോ പോയിന്റ്. ഇവിടെ നിന്ന് കൂവ നല്ലപോലെ കേൾക്കുമെന്ന് പറഞ്ഞു, കൂവത്തുണ്ടാവില്ല. അലോയി കാര്യങ്ങൾ ഫുള്ള് പണിഞ്ഞിട്ടുണ്ട്. ഷോപ്പിംഗ് ആയിരുന്നു. തമിഴ്നാട്ടിലുള്ളവന്മാര് വെളിയും പോയൊക്കെ തന്നെ ഫുള്ള്, ഒന്നും വേറൊന്നുമില്ല. ഷോപ്പിംഗ് ആയിരുന്നു, നമ്മളൊന്നും വാങ്ങിച്ചില്ല. എന്താ ചെയ്യാൻ, പൈസ ഇല്ലാതെ പോയി. പിന്നെ കുറച്ച് മുട്ടായി തിന്നു പോവാ. അതെ, ബാക്കിയുള്ള വാങ്ങണ സാധനങ്ങൾ കാണണം. മറ്റേ സിമ്പിളൊക്കെ കടയിൽ കയറി കട ഫുള്ളാണ് വാങ്ങുന്നത്. മറ്റേ ചെവി ഇങ്ങനെ പൊങ്ങണ സാധനം പിപി കണ്ടാ, മറ്റേ ഈ സാധനം ഇത് പി മൊത്തം ബ്ലോക്കാണ് ഗൈസ്. ബാക്കിയുള്ള പിള്ളേരോട് അരാവുണ്ട് ഗൈസ്. പിള്ളേരുടെ ഇടയിൽ പെട്ടുപോയി ഗൈസ്. അവര് നടന്ന് ഈ പാലം നമ്മുടെ വണ്ടി ഫ്രണ്ടേ പോയാണ്. അവർ പാലം കഴിഞ്ഞ് അങ്ങ് ഒരാളെയാണ്, പക്ഷെ അവർക്ക് വരാൻ പറ്റൂല, ഇടയിലായി പോയി. ഡാമിൽ നിന്ന് വെള്ളം മഴയാണ്. അതിൽ റെയിൻബോ പോലെ ഉണ്ട്, കാണാൻ പറ്റും. ഇതിന് വീടെടുത്ത് ഇറങ്ങാൻ പറ്റുന്നതാണ് ഇവിടെ. ചില പാക്കേജ് പറഞ്ഞ് ഡാമിന്റെ അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ തറയും നടന്ന് വേണോ. ബട്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നു ഗൈസ്. റോഡ് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരുന്നു, വരാൻ പറ്റിയില്ല. അതിനുള്ള അവര് വൈകണമെങ്കിൽ കേട്ടാൻ പോയി. എന്റെ അടുത്താണ് പറഞ്ഞിട്ടത് പിള്ളേരെ മര്യാദ പെട്ടെന്ന് കൊണ്ടുപോകണേ. എനിക്ക് തോന്നണില്ല ഇവളുമാർ വരെ കടയിലും കയറാനും കയറി ഇറങ്ങി എപ്പോഴാണ് അവിടെ എത്താൻ നിറഞ്ഞൂടാ. ഒന്നാ ഇപ്പോഴേ സമയം താമസിച്ചെന്നാൽ കൂടുതല മത്സ്യമാണ് ഇതൊക്കെ. ആർക്കും നീന്താ അറിഞ്ഞുകൂടാ, എന്തിനാവോ ഇല്ലെന്നൊരു പിടിയില്ല. പറഞ്ഞിട്ട് നോക്കട്ടെ എന്തിനാണെന്ന് നോക്കാം. മന്തിന്നും പറഞ്ഞിട്ട് ചപ്പാത്തിയും അൽഫാമും പൊറോട്ടയും മയോണൈസും ഗ്രേവിയും. അവസ്ഥ ദാച്ച, മഖാന, ലക്ഷ്മി, നിജി, കല്യാൺ, സാദിയ, സുനിൽ. ഏതാണ് വാർത്തപ്പുട്ടി? അവന്റെ മെയിൻ ഡയലോഗ് ഞാൻ കുട്ടി എന്നാണ് അവന്റെ എന്താണ് സംഭവം, ഏതാ സംഭവം അറിഞ്ഞുകൂടാ. സ്വച്ഛ് ഭാരത് ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ്. കളഞ്ഞ കൈസ്. സ്വച്ഛ ഭാരത് അത്ര ഇടുക്കിയിലോട്ടാണ് നമ്മൾ ഇടുക്കിയിലോട്ട് പോവേ. അതെ, ഇന്നലെ കലാപരിമെല്ലാം കഴിഞ്ഞ് കിടന്നപ്പം എളുപ്പനായി. രാവിലെ തന്നെ ഭക്തിഗാനം ഇട്ട് അവിടെ സെറ്റപ്പാടെ നിപ്പുണ്ട്, അങ്ങോട്ട് പോവാം. ഈ ഒരു 7:30 ആയി കാണും, 7:30 ആയി. ബാക്കിയുള്ളവർ വന്നില്ല, ഓരോരുത്തരായിട്ട് ഓരോ റൂമിൽ കിടക്കണേ ഉള്ളൂ. തപ്പി എടുക്കണല്ലോ ഓരോരുത്തരായിട്ട്. പിന്നെ ഹൈഡ്രജൻ ബലൂൺ, ഇതേതൊരു മലയാണ്, പേരറിഞ്ഞൂടാ, പക്ഷേ പോവാൻ അത്യാവശ്യം ടാസ്ക്കാന്ന് പറഞ്ഞിട്ട് ഏതാന്തോ.
സെയിം സ്ഥലത്ത് സെയിം ഫുഡ് ഒരു മാറ്റമില്ല. ഗൈസ് രാവിലെ അടിമാലിൽ പോയി മെഡിക്കൽ സ്റ്റോർ തപ്പി ഇറങ്ങിയാണ്. ഒറ്റ കടയില്ല, ഒരു കട പോലും ഇല്ല. ബസ് നമ്മളടിക്കാട്ടി 1 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുകയാണ്. ഇനി നടന്ന് അങ്ങ് വരെ പോകണം. തപ്പി ജനലാശ്രയുടെ ഫ്രണ്ട് സൈഡ് ജനലാശ്രയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് വേണം കിട്ടിയത്. ബാക്കി കണ്ട ഇവിടെ എല്ലാം കടയുണ്ട്, പക്ഷെ ഒന്നുപോലും തുറന്നിട്ടില്ല. ഇതാണ് പിള്ളാർകുട്ടി ഡാമിന്റെ ബാക്കി പാഴ്സാണ്. പേരൂരിന് ഫുള്ള് കല്ല. സൈസ് വെക്കണ പറയലൊക്കെ വീണാ തീർന്നു. കാറമേന ഇത് മോഡല. എന്താ ചുമ്മാ കണ്ണാടി. മറ്റേ മുകേഷും കൂടെ അടികൂടി താഴോട്ട് പോയി ഇവിടെ ഷൂട്ട് ചെയ്യുക. ഇടുക്കി ഡാമിന്റെ അടുത്ത ഹിൽ പോയിന്റ് നമ്മൾ ഇടുക്കി ഡാമിൽ പോയി. അപ്പൊ ഇവിടെ എന്താ മെയിൻ്റെനൻസ് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കയറ്റിയില്ല. അവിടെ നേവിക്കാർ ഇൻസ്പെക്ഷനും മെയിൻ്റെനൻസും പറഞ്ഞിട്ട് കയറ്റിയില്ല. നമ്മൾ നല്ല വേറെ സ്പോട്ടിൽ വന്നേക്ക്. ഇതാണ് ഫോർട്ട് കാണിച്ചത്. കുഴപ്പമില്ല, ഇവിടെ തണുപ്പുണ്ട്. പക്ഷെ അതാണ് ഡാം. ഡാം പിന്നെ ഡാമിന്റെ റിസർവുകളാണ് അതൊക്കെ ഓരോന്നോരോന്നായിട്ട്. നീ അമ്മൂര് ശോകം നടക്കണം. ഏകാന്തതയുടെ അവിടെ കൊള്ളാം, നല്ലതാ. അവിടെ ഫുള്ള് വായി നോക്കൽ. ഡോറ ചേട്ടാണ് ഭരത ഗൈസ്. ഫോട്ടോ എടുക്കെ ഇരിക്കും പറഞ്ഞാണ് കൺഫ്യൂഷൻ ഗൈസ്. ഇടുക്കി ഡാമിൻ്റെ ഗവൺമെൻറ് പാർക്കാണ്, പക്ഷേ പാർക്കല്ല, പണ്ടത്തെ പാറമടയിൽ ഇപ്പോൾ ഒരു പാർക്കാക്കി. സെറ്റപ്പ് കൊള്ളാം, കുഴപ്പമില്ല. ബോട്ടിംഗ് ഉണ്ട്, പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ബോട്ടിൽ കയറില്ല. അതാണ് ബോട്ടൊക്കെ താഴെ പോകണം ഇവിടെ. അതാണ് കാര്യം. അവിടെ മറ്റേ സിപ്പ് ലൈനും ബഞ്ചി ജമ്പിങ്ങും അത് എന്തൊക്കെയൊക്കെയോ ഉണ്ട്, പക്ഷെ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല. ആരൊന്നും പറഞ്ഞതുമില്ല. അവിടെ മിസ്സും സ്റ്റുഡൻറ്റും. അത് വേറൊരു ഫോട്ടോഗ്രാഫർ. അത് വ്ളോഗറിൻ്റെ പേര് മറന്നുപോയി, ചാനലിൻ്റെ പേര് മറന്നുപോയി. അത് പിന്നെ പറയാം. സിപ്ലൈൻ കണ്ട്, പക്ഷെ ആളില്ല, ആരും പോണില്ല. കനല ബൈനോക്കുലർ. ആളെ എന്തിട്ട് കാണാൻ ആളി അവിടെ ദൂരെ ഒരു മല. പക്കി പറ. എല്ലാം കുറച്ചടുത്ത് ദൂരെ ഒരു മല. ഡോറേ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, നോക്കട്ടെ. എല്ലാം അടുത്ത് കാണാം. കൊള്ളാം അല്ലേ പറഞ്ഞ എല്ലാം അടുത്താണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ നോക്കുന്നത്? ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പൊ ഇത് നോക്ക്. ഐസ്ക്രീം വാങ്ങിച്ചു. എൻ്റെ സഹായം ഐസ്ക്രീം ഇതാക്കിയ നന്മയുള്ള പയ്യ. അത് ഈ ബാറ്ററിയുടെ സാധനം വീണു. ശരിയാണ്. വേണ്ട, പോയി അടിച്ചു. ഒന്നും ആരുമില്ല. പിള്ളേർക്ക് കളിക്കാൻ സാധനം ചുമ്മാ ഇരിക്കണം. പൈസ കൊടുക്കണമെന്ന് ഇവിടെ കയറാൻ. അവിടെ ഒരുത്തി സൈക്കിൾ ചോട്ടാൻ വേണ്ടി നിൽക്കണം. ഇന്നെങ്ങനെ വരുമോ എന്തോ. അത് എന്താ ശരി കണ്ടു. മറ്റേ അവിടെ തിരിച്ചിറങ്ങിയാണ്. ഇനി ബാക്കിയുള്ളൊരു ബോട്ടിങ്ങിന് പോകണം. നമ്മൾ കുറച്ച് പേര് പോകണില്ല. അങ്ങനെ വണ്ടി എടുത്ത് പോകും. ഒന്നും
പിടിക്കണം വെച്ചാണ് വെറുതെ നമ്മൾ ചെല്ലണത്. ഇതാണ് ബോളാട്. ചെറിയ വെള്ളം കിട്ടി, വെള്ളം ബാക്കിയുള്ളതെല്ലാം ഓപ്പോസൈഡാണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അത് സാധനം കിടപ്പുണ്ട്. ഒരു പരുവായി കിളിക്കൂടെ കിടന്നുണ്ട്. ഇത് പോയി, ഇത് വാട്ടർ ടാങ്കാണ് മുകളിൽ. ലെറ്റ്സ് ഗോ. കൊള്ളാം, കുഴപ്പമില്ല. അങ്ങൊരു ബോട്ടിരിപ്പുണ്ട്, അവിടെ ഒരു ബോട്ടിരിപ്പുണ്ട്. കുഴപ്പമില്ല. അവരൊക്കെ അവിടെ വന്നിരിക്കുകയാണ് ടിക്കറ്റ് കാര്യം നിനക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ട്. ബോട്ടിങ്ങിന് പോവുകയാണ് ഗൈസ്. അവരിതാ പോയി. നമുക്കിവിടെ നിൽക്കാം, പോയിട്ട് വരും. അതനങ്ങ് കൊള്ളാം. ഏണി പയ്യ ഇടിച്ചാ തലയിടിച്ചാ ഫൈനുണ്ടാ? എല്ലാം റോഡിൽ വരുമല്ലോ. ഇപ്പൊ വരും. മിസ്സാണെന്ന് പോലും മിസ് അണവഴിയുണ്ടാ? നേരെ വരെ അറിഞ്ഞുകൂടാ. മിസ് ചെയ്യ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പം ഇടുക്കിയിൽ സ്റ്റോണിൽ നിന്നുള്ള ഹോട്ടലാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാം. ഇവിടെയാണ് ഇന്നത്തെ ഫുഡ്. അപ്പം പാക്കേജ് ആയിട്ട് ആദ്യം എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ തരാം. ഞങ്ങൾ വന്നിട്ട് പത്ത് പറ്റി വെള്ളത്തിൽ കാണാതേ ഉള്ളൂ. നമ്മളെ വിളിക്കാതെ മിസ് ക്യാമറ ഓണാക്കിയ മിസ് ഡീസൻ്റ്, പക്ക ഡീസൻ്റ്. അല്ലെങ്കിൽ കാണാം മിസ്സിനെ. കൊള്ള ചെറുതോണയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴാണ് ഗൗതമിൻ്റെ ബർത്ത്ഡേ. ആരും പറഞ്ഞില്ല. ഞാൻ കേക്ക് മുറിച്ച് പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് നോക്കിയപ്പോൾ ഒരു വിളി കേട്ട്, ഹാപ്പി ബർത്ത്ഡേ ടു യു. വിളി കേട്ടപ്പം എത്തി നോക്കിയപ്പോഴാണ് കണ്ടത് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് പീസ് കിട്ടിയത് പോലും ഇല്ല, കുറച്ച് പൊടി അതിലിരുന്നു. അതാണ് അവസ്ഥ. ഇതാണ് മറ്റേ മഹേഷിൻ്റെ പ്രകാരം സിനിമയില്ല ക്ലൈമാക്സ് ലാസ്റ്റ് അടി അതല്ലേ ആ സാധനം. അത് ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതാണ് പാക്കേജിൽ എണ്ണം പറഞ്ഞത്. അതല്ലേ ആ സ്മാരത്തിലാണ് ആട്ടമാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതാണ് അറിവല്ല ഉള്ളത്. അതെ നിറച്ചിടാം. ഈ വീടാർക്കെല്ലാം ഇങ്ങോട്ട് പരിചയമുണ്ട്. ഒരു അപ്പൂപ്പൻ്റെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പൂപ്പൻ്റെ വീട്. നമ്മളിപ്പം കാൽവറി മൗണ്ട്, ഇതാണ് സാധനം കാൽവറി മൗണ്ട്. അവിടെ എത്തി. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലോട്ടാണ്. അപ്പോൾ ഒരു സാധനം കണ്ടിട്ടുണ്ട്, കാൽവറി മൗണ്ട് പിങ്ക് കഫേ സെറ്റപ്പാണ്. പക്ഷെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഒരു വകയില്ല, ചുമ്മാ അടച്ചിട്ടിട്ടുണ്ട്. അകത്തൊന്നുമില്ല, പക്ഷെ കാണാൻ കൊള്ളാം. അതുപോലെ രണ്ടെണ്ണം ഫ്രണ്ടേ ഓടിയിട്ടുണ്ട്. ഇതാണ്ട രണ്ടെണ്ണം ഫ്രണ്ടേ ഓടിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. അളിയൻ കൈ കാണിച്ചിട്ടുണ്ട്. ആളിയെ പെട്ടെന്ന് ആളിയെ ഓടിയോ ആളിയെ. അപ്പൊ ആളിയെ നടന്നു ആളിയെ. പിന്നെ വേണം അത് ഒരു വേണം, രണ്ട് സാധനങ്ങൾ നമ്മളെ. അതാണ് മേഘലാൻഡ്. അതിനുള്ളിൽ പള്ളിയുണ്ട്. ഇതാ ഇങ്ങനെ സീബാലു ഇങ്ങനെ കോളംബില്ല് കഴിഞ്ഞ് പൂക്കി എംബോക്കിയാണ്. ഫർഹാനക്ക് തലവേദനയുടെ കൊച്ചിന് നാണം വരുന്നു. എവിടെ നോക്കട്ടെ. കൊള്ളാം, നല്ല രസമുണ്ട്. കൊച്ചു പിള്ളേർക്കാണ് ചാനലാണ്.
ഉണ്ടായി ചെല്ലം കൊച്ചു പിള്ളേരാണ് കാണാൻ ചാനലാണ് ഉണ്ടായി ഇടുക്കിയില്ല ഏത്തോട്ടം ചെറിയ വ്യൂ അപ്പുറത്ത് തേയിലയുണ്ട് കാട്ടു തേയില തേയില മുഖം മാറി ഷീപ്പ് ഇങ്ങനെ ഡൗട്ട് പറയാകട്ടെ ഈ ഏലക്ക ഇതിൽ എവിടെ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ. മണ്ണിന്റെ അടിയിലാണ് മുകളിലാണ് എല്ലായിടത്തും യൂട്യൂബ് ഇടല്ലേ മണ്ണിന്റെ മേളിൽ അങ്ങനെ വരും തുമ്പിലൊക്കെ എന്തോ ഇലയുടെ തുമ്പില്ല പെരുന്നില്ല കുഞ്ഞ ഏലക്ക എങ്ങനെയാണ് വരുന്നത്? ഇലയിൽ വരുന്ന തണ്ടുണ്ടല്ലോ പറഞ്ഞില്ല. സാധ്യ പറഞ്ഞ ഇലയിലെ തുമ്പലിലെ തണ്ടിലാണ് കാണുന്നത്. ഫർഹാൻ ഇലയുടെ അറ്റത്ത് 11 അഭിഷേകിനാണെങ്കിൽ മണ്ണിന്റെ അടിയിൽ ഏലക്ക ഏലക്ക വെച്ചാ ഇലയെന്ന് അതിന്റെ എടാ മണ്ണും സ്റ്റെമ്മോട് തുടങ്ങുമല്ലോ അവിടെ തൊട്ട് ഇപ്പോൾ തണ്ടായിട്ട് വരും. സ്റ്റെമ്മ് വന്നിട്ട് അതിലാണ് ഏലക്കായിട്ട് കാണുന്നത്. ഫോട്ടോസിന്തസിസ് ദാറ്റ്സ് ഫോർ ഇല്ല. ഓക്കെ ഫ്രഷ് ഏലക്ക ഫ്രഷ് നല്ല മണമുണ്ട്. അത്യാവശ്യം സാധനം ഫ്രഷ് സാധനം. അവിടെ കാപ്പിയാണ്, ഫുള്ള് കാപ്പി മരവും ഇവിടെ തേയില. നമ്മളിപ്പോൾ നിൽക്കണത് സ്ഥലത്തിന് പേരെന്താടാ? കാൽവരി മൗണ്ട്. പക്ഷെ ഇവിടെ ഫുള്ള് തീയിട്ട് നശിപ്പിച്ചിറങ്ങി. വെള്ളമുള്ളൊരു ഒരു പച്ചപ്പില്ല. അങ്ങ് അവിടെയൊക്കെ മാത്രം ചെറിയ ചെറിയ പച്ചപ്പുണ്ട്, പച്ചപ്പില്ല. പക്ഷെ വ്യൂ കൊള്ളാം. ഒരു മഞ്ഞുള്ള സമയമാണെങ്കിൽ കിടില്ല. ഞാൻ അവിടെയൊക്കെ ഫുള്ള് മറ്റേ ചെറിയ ചെറിയ റിസർവയർ ഫുള്ള് ഒരു ഐലൻഡ് പോലെയായിട്ട് കാണാം. പക്ഷെ നല്ല കണ്ണിൽ നല്ല പേരാണ്, കാണാൻ പോലും പറ്റണില്ല. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല. അവിടെ താഴെ നേരെ താഴെ ഇവിടെ അവിടെ സ്വീറ്റ്സ് പോയിട്ടാണ് ചതിച്ചതാ, ചതികൾ മാത്രം. 2 3 4 5 എല്ലാവരും ഐസ്ക്രീം കുടിക്കും. നമുക്ക് ഐസ്ക്രീം വാങ്ങാനുള്ള ഫണ്ടില്ലാത്തത് കൊണ്ട് ഇവര് ചീത്താണ് കാണിച്ചത്. ഗൈസ് പച്ചക്ക് ചീത്താണ് കാണിച്ചത്. കുഴപ്പമില്ല, നമ്മളിപ്പം കുടിക്കും. ചായ കുടിക്കാൻ നിർത്തിയാണ്. ചായ കുടി സാദി ചായ കുടി അല്ലേ ലക്ഷ്മി? ശരി. അവിടെ ഫോട്ടോഷൂട്ട്. നമുക്ക് കടയിലെ പലഹാരം നോക്കാം. ഉള്ളിവട, സമോസ, പരിപ്പ് വട, വട, മോദകം, ബജി, അത് ബ്രെഡ് ബജി. കയറി പക്ഷെ ഫുഡ് കഴിക്കാനല്ല. വൈകിട്ട് ചായക്കട കയറി. ചായക്കട കയറിയപ്പോൾ ട്വിസ്റ്റ്, എല്ലാവരും കൂടി ഒത്താണ് ചായക്കട കയറിയത്. പക്ഷേ ആരാ പൈസ കൊടുത്തില്ല. ലാസ്റ്റ് കടയിലെ മുതലാളി ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ വിട്ടില്ല, ചായ പോലും കുടിക്കാതെ എന്നെ പിടിച്ചവിടെ നിർത്തി. പിന്നെ പൈസ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവസ്ഥ ആവുകയാണ്. ഇന്ന് മന്തി കിട്ടി ഗൈസ്. ഇത്രയും ദിവസം വിളിച്ച് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ഇന്നലെയൊക്കെ പറ്റിച്ചാണ്. ഇന്ന് മന്തി കിട്ടി അല്ലേ? ഇന്ന് ഹാപ്പി മന്തി. ഇന്ന് മന്തി ഇത് കിട്ടിയാ നമുക്ക് നന്ദിരട്ടി മന്തി. ഇപ്പൊ ഫ്രീ ആണെന്ന് തോന്നട്ടെ, അത് ആരെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും മന്തി കഴിക്കണം. മന്തി വിത്ത് പരദോഷണം ചുറ്റുമറിച്ചില് എല്ലാം ഉണ്ട്. നമ്മളിതാ എത്ര മണിയാ മണി സമയം ഇപ്പൊ പറഞ്ഞില്ല. സമയം 1:30 നടക്കണം. റോട്ടിൽ അത് ഇനി 1 കിലോമീറ്റർ. എത്ര? 1 കിലോമീറ്റർ ഇല്ല, അത്രയും നടക്കണം. ജസ്റ്റ് നടന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്കും അവന്റെ പരിവളവൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഡെയിലി സ്ട്രോങ്. ഞാൻ ഡെയിലി നടക്കണ വഴിയാണ്. ലൈറ്റ് പോയി കാണും തോന്നുന്നു. ലൈറ്റ് പോയി. നമ്മൾ ഇട്ടേ സൗണ്ട് ഇരിക്കുകയല്ലേ, സൗണ്ട് പോരെ, അത് മതി. ഇനി നടന്ന് വീട്ടിൽ പോണം. വീട്ടിൽ പോയി വണ്ടി എടുക്കണം, ഇവനെ കൊണ്ടാക്കണം, കോളേജിലോട്ട് പോകണം.
ഒക്കെ ഇപ്പോൾ പോളയാണ്. ഇതൊക്കെ എപ്പോൾ ചെയ്തിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നാൽ മതി, അത് വേറെ കാര്യം. ഉറക്കം ക്ഷീണോ? എനിക്ക് ഉറക്കം ക്ഷീണമില്ല, രാത്രി ഉറക്കം വരില്ല എനിക്ക്. അല്ലടാ എയർ ബാഗ് കൊണ്ടുവരാ. 6 എയർ ബാഗ് ഉണ്ട്. ഏതാ അങ്ങനെ ഹൈവേയിലെ ലാസ്റ്റ് കാട്ട് കൂടെ വന്നല്ല അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന ലാസ്റ്റ് ഇവിടെ അവൻ്റെ വീടെത്തി. അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ട്. ഇനി അവൻ്റെ അമ്മ കഥവ് തുറന്ന് അവനെ വീട്ടിൽ കയറ്റിയ വേണ്ട ഫേസ് കണ്ടൂടാ, വട്ടത്താടാ. ആ ചെറുതായിട്ട് കാണാം, അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അറിയാലോ. അവനെ വീട്ടിൽ കയറ്റിയ ഐവി ഇവിടെ തീർന്നു. ഇനി വീണ്ടും എക്സാമും മറ്റതും മറിച്ചതും തിങ്കളാഴ്ച തൊട്ടും. ഇന്ന് വെള്ളിയാഴ്ച ഇല്ല, ഇന്ന് ശനിയാഴ്ചയായി. നാളെ ഞായറാഴ്ച, നാളെ തിരക്കാണ്. തിങ്കളാഴ്ച പരീക്ഷ, ചൊവ്വാഴ്ച പരീക്ഷ, ബുധനാഴ്ച പരീക്ഷ. പിന്നെ നമ്മൾ ഐവി പോയത് ജനുവരി 28. അപ്പോൾ ജനുവരി 28, 29, 30, 31. ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യില്ലെന്ന് അറിഞ്ഞുകൂടാ, എന്ന് എഡിറ്റ് ചെയ്ത് തീരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അന്നത്തെ കൂട്ടിയിട്ട 2:30 ഐവി എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലും കൊണ്ടാക്കി ഞാൻ വീട്ടിൽ വന്ന സമയം ഐവി പറഞ്ഞു വെച്ചാൽ പോയ സ്ഥലങ്ങളെക്കാട്ടും നല്ല ബെറ്റർ ഉണ്ടായ മൊമെൻറ്റ്സാണ്. പോയ സ്ഥലം മിക്ക നമ്മൾ ചില സിനിമയിൽ അവരുടെയും കണ്ടതായിരിക്കും, അപ്പോൾ ആഗ്രഹമുള്ളതായിരിക്കും, ഓക്കെയാണ്. ബട്ട് അതല്ലാതെ ഉള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട് കൂട്ടുകാരുടെയും. അല്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട് ഐബി ഇങ്ങനെ ടൂറും പോയിട്ടുള്ളവർക്ക് റിലേറ്റ് ആവും. പക്ഷെ അത് ഒരിക്കലേ കിട്ടുള്ളൂ. അങ്ങനെ പോണത് ആ വൈബും ഒറ്റ തവണ കിട്ടുള്ളൂ, പിന്നെ അത് കിട്ടൂല. അങ്ങനെ ഐവി സെൻറ്റ്. അപ്പം ശരി എന്നാൽ.